അതിന് ഞാൻ ക്ഷമയോടൊന്നും കാണിച്ചില്ലല്ലോ ഇന്ദ്ര. എന്റെ ചോരയിൽ പിറന്ന എന്റെ സ്വന്തം മക്കള് അവിടെ ആരും നോക്കാനില്ലാതെ കഴിയുന്ന കണ്ടപ്പോ ഞാൻ കുറച്ച് വൈകാരികമായി പ്രതികരിച്ചു എന്നുള്ളത് സത്യം. അതിപ്പോ എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നാലും അങ്ങനല്ലേ ചെയ്യൂ. പിന്നെ എന്റെ വണ്ടിക്ക് മുമ്പില് വഴി തടഞ്ഞു നിന്ന ബാനു അമ്മയെ അവിടുന്ന് ബലമായി തട്ടിമാറ്റിയ ഞാനല്ല, നിന്റെ അമ്മയാ സുശീലാന്റി. വിനയ, നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞങ്ങളെ ആരെയെങ്കിലും ഒക്കെ വിളിച്ച് നിന്റെ മക്കളെ വേണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ അനു, എന്റെ മക്കൾ അവിടെ ആരുമില്ലാത്തവരെ പോലെ കഴിയുന്നത് കണ്ടപ്പോഴുള്ളൊരു വിഷമായിരുന്നു എനിക്ക്. ശരി, ഇനിയിപ്പോ ഞാൻ ഇത്തിരി ആവേശം കാണിച്ചു പോയെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്ക്. ഇനി എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം. അത് പറ്റില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ ആർച്ചമോളും ഭദ്രമോളും അവിടെ ഉണ്ടാവണം. അതുവരെ ഇവരെ നോക്കിക്കോളാന്ന് ഞാൻ എന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ അവരെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഞാൻ ഇവരെ കൂട്ടിട്ട് അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളാം. അതുപോലെ അത് പോരെ വിനയ. ഇവരെന്ന് അനുവിന്റെ വീട്ടില് തിരിച്ചെത്തിയേ പറ്റൂ. നീ കൊണ്ടുപോകാൻ തയ്യാറായില്ലെങ്കിലേ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകും. അത്രക്ക് വാശിയൊക്കെ വേണോ എന്താ? ഇവരെന്റെ മക്കളാ. ഇവരിപ്പോ ഉള്ളത് എന്റെ വീട്ടിൽ. ഇവിടെ നിന്ന് നീ അവരെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാ അത് വെറും വാക്കായി. അതൊക്കെ നിന്റെ വെറും തോന്നല വിനയ. നീ ഇവരെ അവിടെ നിന്ന് ബലമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ബലം പ്രയോഗിച്ച് ഞാൻ ഇവരെ തിരിച്ചു കൊണ്ടുവരിക്കും. മോനെ വിനയ, മക്കളുടെ പേരിൽ വെറുതെ വഴക്കുണ്ടാക്കാതടാ. മാഷ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ ഇവരവിടെ നിൽക്കട്ടെ. അതിനുശേഷം മാഷിന്റെ സമ്മതത്തോടെ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാം. എന്റെ അച്ഛൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും വിനയ. പിന്നെ അച്ഛന്റെ അറിവോടെ മാത്രമേ നിനക്ക് നിന്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. നീ ഇനി എന്ത് അധികാരം പറഞ്ഞാലും ഞങ്ങളെ തീരുമാനിച്ചു വന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. ഓഹോ, അപ്പം ഭാര്യയും ഭർത്താവും കൂടി ഒരുങ്ങി വന്നിരിക്കുക അല്ലേ? എന്നാ പിന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോയി കാണിക്കും. വാ വാ വിനയ, വാ. എടാ വിനയ, കൊണ്ടുപോടാ. വാ 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 വാ, നടക്ക്. എടാ മോളെ മോളെ. ഇന്ദ്രേട്ടാ, വേണ്ട, അവൻ പോട്ടെ. നമുക്ക് മോനെ കൊണ്ടുപോ. അവന് മോനെ വേണമെങ്കിൽ വീട്ടിലേക്ക് വന്നോളൂ. എന്റെ മോനെ എങ്ങനെ കൊണ്ടുപോയ കൊന്നുകളി നിന്നെ ഞാൻ. അയ്യോ, എന്താടാ നീ ഇങ്ങനെ ആയിപ്പോയത്? നീ എന്താ എത്ര കിട്ടിയാലും പഠിക്കാത്തത്? നിന്നെ പോലെ തന്നെ എല്ലാവർക്കും അവരുടെ വാശിയ വലുത്. എടാ നിന്റെ പെമ്മക്കളെ നീ തന്നെ അവിടെ കൊണ്ടാക്കിയത്. ഇനി കുറച്ച് ദിവസം കൂടി അവരെന്നെ നോക്കട്ടെ. അത് വേണ്ടെന്ന് പറയാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. ശരി, കൊണ്ടുപോയിക്കോട്ടെ. വേഗം ആ രണ്ടെണ്ണത്തിനെ കൊടുത്തു വിട്ടിട്ട് എന്റെ മോനെ വാങ്ങിത്ത. എനിക്കെന്റെ മോൻ മതി, വേറെ ഒന്നും വേണ്ട. ഇവരെ കൊണ്ടോക്കോ, ആരും നിങ്ങളെ തടയില്ല. ഒയ്ക്കോ മക്കളെ. മുത്തശ്ശൻ വന്ന ശേഷം അച്ഛമ്മ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. മോളെ അനു, മോനിങ്ങിതാ. ഇതേ വളരെ സമാധാനത്തോടെ നടക്കേണ്ട കാര്യമായിരുന്നു. ഇത് വളരെ നിർഭാഗ്യകരായിപ്പോയി. വാ മക്കളെ, വാ. ഇവനോട് കൂടുതൽ നികളിക്കില്ലെന്ന് പറഞ്ഞേക്ക് കേട്ടോ. മോള് കേറ്. വാ എന്റെ പൊന്നുവാ, ആടാ. ആര് വന്നാലും ഒന്നിനു വേണ്ടി നിന്നെ അച്ഛൻ വിട്ടു കൊടുക്കില്ലടാ. നീയാണ് എന്റെ സ്വത്ത്. നിനക്ക് വേണ്ടി വേറെ എന്തും അച്ഛൻ ഉപേക്ഷിക്കും, എന്തും. പാടാ
പിന്നെ എന്തിനാ വലിയ ഗീർവാണം മുഴക്കി നീ അവരെ കൂടി വെറുപ്പിച്ചത്? ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴേ മറ്റുള്ളവരുടെ മുമ്പിൽ നീ വീണ്ടും തോക്കുക. ആര് പറഞ്ഞു വിനയം തോക്കുമെന്ന്? അമ്മതേ, അത് കണ്ട, നിങ്ങൾക്കറിയാലോ, ഞാൻ എൻ്റെ CCTV ക്യാമറയുടെ ആദ്യ വർക്ക് തുടങ്ങി വെച്ചത് ഇവിടെയാണ്. എൻ്റെ മക്കളെ അവൻ എടുത്തോണ്ട് പോകുന്നതും അതിനുവേണ്ടി നടത്തിയ ബലപ്രയോഗം പരാക്രമമൊക്കെ ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വിനയനൊന്ന് ഇറങ്ങി പുറപ്പെട്ട ആരാ ജയിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലടാ, നിന്റെ അച്ഛൻ ജയിക്കും. അതുകൊണ്ടാ നിനക്ക് വിജയ് എന്ന് പേരിട്ടത്. വിജയ് മോനെയും വിനയനെയും ഒന്നും തോൽപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല.